ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. AC കാറിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോ അവൾ എന്തൊക്കെയോ ആയെന്ന ഭാവം. എനിക്ക് ഉറപ്പുണ്ട് രാഘവേട്ട, എന്നെ മനഃപൂർവ്വം അങ്ങോട്ട് വിളിച്ചു വരുത്തി അപമാനിക്കായിരുന്നു അവള്. അച്ഛാ. ഓ, എത്തിയോ? ഇനി വേണമെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ച് രണ്ടെണ്ണം അടിച്ചോ. ഈ നാറ്റം അങ്ങ് മാറി കിട്ടും. എന്നാ ശരി. എടുക്ക. ഇതുകൊണ്ടൊന്നും അയാൾ പഠിക്കാൻ പോകുന്നില്ല. നോക്കാം ഏതുവരെ പോകുന്നു. നിനക്ക് എന്താ പറ്റിയേ? ചോദിച്ച കേട്ടില്ലേ നിനക്ക് എന്താ പറ്റിയെന്ന്? നിങ്ങളുടെ ആ മരുമകളുണ്ടല്ലോ, നിങ്ങള് തോളത്ത് കയറ്റി വെച്ചിരിക്കുന്ന ആ ശാലിനി, അവളിന്ന് തന്നെ കുറെ അധികം ആൾക്കാരുടെ മുന്നിൽ വെച്ച്, അവളുടെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് ക്രൂരമായി നാണം കെടുത്തി. എന്റെ തൊലി ഉരിഞ്ഞു പോയ അവസ്ഥയിലാണ് ഞാനീ വന്നിരിക്കുന്നത്. ഇത്രയധികം നാണക്കേട് അനുഭവിച്ച ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നീ കാര്യം എന്താ നീ പറഞ്ഞില്ലല്ലോ. ശാലി എന്തോ ഏതാ നീ പറയുന്നേ? ഇതെന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി അവൾ അയാളെ പറഞ്ഞു വിട്ട് എന്നെ വിളിപ്പിച്ചതാ. കളക്ടറേറ്റിലേക്കാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞതാ. പക്ഷെ അയാള് പറഞ്ഞത് ഇത് വേറെ ഓഫീസാ, അവിടെ വേറെ ഒരുപാട് പേര് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ മനഃപൂർവ്വം കൊണ്ടുപോയതാ. എന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് തേജോവധം ചെയ്യാൻ, എന്നെ കളിയാക്കാൻ, എന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ഉള്ളിൽ ചിരിക്കാൻ. എനിക്ക് ഉറപ്പുണ്ട് രാഘവേട്ട, ഇതിന്റെ പിന്നിലെ ശാലിനിയുടെ കൈയുണ്ട്. ഇല്ലെങ്കിൽ എന്നെ ഇത്ര അപമാനിച്ചപ്പോ അവൾ എന്തെങ്കിലും ഒരു വാക്ക് അയാളോട് പറഞ്ഞോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാരും കൂടി ചേർന്നുള്ള കളിയാണെന്ന്. ചിലപ്പോ ഇതൊക്കെ നിന്റെ തോന്നലാണെങ്കിലോ. നീ ഇപ്പൊ ചെയ്യുന്നൊരു ജോലിയാ. മാന്യമായി എടുക്കുന്ന ഏത് ജോലിയോടും ബഹുമാനം കാണിക്കുന്നോളാ ശാലിനി. അവൾക്കൊരിക്കലും അതൊന്നും തള്ളിപ്പറയാനാവത്തില്ല. കാരണമേ ഇതുപോലത്തെ സാരത്തിൽ കൂടെ വന്നോളാ അവള്. അതെ, അതൊക്കെ പണ്ട്, കളക്ടർ ആവുന്നതിന് മുൻപ്. കളക്ടറായി കഴിഞ്ഞും കുറെ നാളത് അവള് കൊണ്ടു നടന്നു. ചായക്കട പണി എടുത്തിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ കയറി കൂടാനുള്ള എല്ലാ തന്ത്രങ്ങളും കുറെ നാള് കൊണ്ട് നടന്നതുവാ. പക്ഷേ ഇപ്പൊ അതൊക്കെ അവള് മറന്നു. AC കാറിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോ അവൾ എന്തൊക്കെയോ ആയെന്ന ഭാവം. എനിക്ക് ഉറപ്പുണ്ട് രാഘവേട്ട, എന്നെ മനഃപൂർവ്വം അങ്ങോട്ട് വിളിച്ചു വരുത്തി അപമാനിക്കായിരുന്നു അവള്. അച്ഛാ. ഓ, എത്തിയോ? രണ്ടുപേരും എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയില്ലെന്ന് തോന്നല്ലോ. എന്റെ ഭാര്യ കച്ചവടത്തിന് പോകുന്നതിനെ നിന്റെ ഭാര്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ എന്തെങ്കിലും വിരോധം ഉണ്ടോന്നാ ചോദിച്ചത്. ഇല്ലല്ലോ. പിന്നെന്തിനാ
ഭാമയെ മനപ്പുറം അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടേ അപമാനിച്ചത്? എന്റെ അച്ചായിൽ ശാലിനി നിരപരാധിയാ. ആ ADM വെച്ച ചതിയിൽ അമ്മ പെട്ടുപോയതാ. ഹ്. ഓ അത് പിന്നെ ഭാര്യ രക്ഷിക്കാൻ വേണ്ടി അവൻ അങ്ങനെയല്ലേ പറയുള്ളൂ. എത്രയൊക്കെ നമ്മൾ ഉപദ്രവിച്ചാലും അവൻ എപ്പോഴും അവന്റെ ഭാര്യയുടെ ഒപ്പം തന്നെ നിൽക്കാൻ പോകുന്നത്. അമ്മേ 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 അമ്മേനെ ആ ബേക്കറിയിൽ വെച്ചാണ്ട് ADMന്റെ ഡ്രൈവറാണെന്ന് മനസ്സിലായോ? അവനെ നമുക്കിപ്പോഴും പലിശയ്ക്ക് പണം എടുത്തേണ്ട കാശ് തരാണ്ട്. അവനും അവന്റെ ADMും കൂടിയിട്ട് എന്നീ ശാലിനെ അപമാനിക്കാൻ വേണ്ടിട്ട് ഒരു നാടകമായിരുന്നു അവിടെ നടന്നത്. ആ ഡ്രൈവറെ പണി കളിപ്പിച്ചാണ് ഞാനിപ്പോ വരുന്നത്. അവനെ അവിടുന്ന് തന്നെ എടുത്തു മാറ്റി. പിന്നെ ഒരുത്തിലൂടെ ഉണ്ട് അവന്റെ ആ ADM. അമ്മയെ അപമാനിച്ച അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവന് അധികം താമസിയാതെ ഞാൻ കൊടുക്കും. അവനെ അപമാനിച്ചിരിക്കുന്ന എന്റെ അമ്മയെ അതിനുള്ള പണി അവൻ വാങ്ങിച്ചു വെക്കൂ. പിന്നെ അമ്മ എല്ലാരും അപമാനിക്കുന്നുണ്ടപ്പോ ശാലിനി ഒന്ന് പതറിപ്പോയി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ പിന്നീട് ശാലിനി ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു. പിന്നെ അവന് നല്ല താക്കീതും നൽകി. പക്ഷെ അമ്മ അതൊന്നും കാണാൻ അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ എപ്പോഴേക്ക് പോയി കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യാ? അച്ഛാ ഇതാണ് അവിടെ നടന്നേ. ഞാൻ ഇപ്പോഴും പറയുന്നു, നല്ല ഉറപ്പായിട്ട് പറയുന്നു, ഇത് ശാലിനിയെ മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ADM ഒരുക്കിയ വലിയൊരു കെണിയാ. അതിലെ അമ്മ ബലിയാടായി പോയതാ. അച്ഛ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരും മുന്നിൽ കള്ളം പറയില്ല. അതിന്റെ ആവശ്യമില്ല. ഭാമേ ഇവൻ പറഞ്ഞാട്ടല്ലോ, ഇത്രേ ഉള്ളു കാര്യം. നീ ചുമ്മാ ആവശ്യമില്ലാതൊക്കെ തലയിലോട്ട് വലിച്ചു കയറ്റാതെ. മോനെ നീ ഒന്നും കാര്യാക്കണ്ട. അവക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ സമ്മതിച്ചാലുള്ള മടിയാ കേട്ടോ. അതുകൊണ്ടാ. എന്നാലും ആ ADM ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താ പാപ്പി, ചേച്ചിയമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ അമ്മ എവിടെയാ ചേച്ചിയമ്മ? അമ്മ ട്രീറ്റ്മെന്റിനായിട്ട് പോയതല്ലേ മോളെ. ഇനി അമ്മ അച്ഛനെ എന്നെ കാണാൻ വരില്ലേ?